നമ്മൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ലോകത്ത് നിലനിന്നിരുന്ന ഒരു വിശാലമായ സാമ്രാജ്യമായിരുന്നു കുശാന സാമ്രാജ്യം, കുശ എംപയർ. ഈ ഒരു എംപയറിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ട് കാണും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റു ചില കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് 1900 മുതൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യം. ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ ഉൾപ്പെടുന്നത് മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പുറമെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇന്നത്തെ ചൈനയുടെ ചില ഭാഗങ്ങൾ, കിർഗിസ്ഥാൻ, ഈ രാജ്യങ്ങളുടെ എല്ലാം കുറെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വിശാല സാമ്രാജ്യം. ഇന്നിപ്പോ ചൈന എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ നോർത്തേൺ ഇന്ത്യൻ പാർട്സിൽ നിന്ന് ഏതാണ്ട് അങ്ങ് സെൻട്രൽ ഏഷ്യ വരെ നീണ്ടുകിടന്ന അതിവിശാലമായ ഒരു ഹിന്ദു സാമ്രാജ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കുശാന സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദു സാമ്രാജ്യം മാത്രമല്ല, ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഇന്നും അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു സാമ്രാജ്യം കൂടിയാണ്. നമ്മുടെ നാട്ടില് ഈ സോഷ്യൽ മീഡിയ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെ ഉണ്ടല്ലോ, ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഹൈന്ദവ ആരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്ര ആരാധന, അല്ലെങ്കിൽ ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ ആ രൂപത്തിൽ ആരാധിച്ചു തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയില്ല, 8-ാം നൂറ്റാണ്ടിലാണ്, 7-ാം നൂറ്റാണ്ടിലാണ്, ആ തെളിവുകളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, ഇന്ത്യൻ കൾച്ചറിനെ ഇല്ലാതാക്കുന്ന, ഇന്ത്യക്കാരുടെ ഐഡന്റിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം പുരോഗമന ചിന്താഗതിക്കാരുണ്ടല്ലോ. ഇവർ പറയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട്. അത് നമുക്ക് കുശാന സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കുശാന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഹൈന്ദവ ദൈവങ്ങളായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ആരാധന ദേവതമാർ എന്ന് പറയുന്നത്. ഇവർ ഏറ്റവും അധികം ആരാധിച്ചിരുന്നത് ഹിന്ദു ദൈവങ്ങളെയാണ്. ആ കാലത്ത് ഇന്നത്തേതുപോലെ സെമിറ്റിക് മതങ്ങളൊന്നും സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ദൈവങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും ആരാധിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ഗ്രീക്കുകാരുടെ ദൈവങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ദൈവങ്ങളും ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായ വീഡിയോകൾ വേറെ ചെയ്യാം. അപ്പൊ ഇവർ ഈ കുശാന സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവരുടെ അധികാരത്തിന്റെ ഭാഗമായിട്ട് അവര് പ്രധാന മതമായി കണ്ടിരുന്നത് ഹിന്ദു മതമാണ്. അന്ന് ഈ ഹിന്ദു എന്ന വേടുമില്ല. അവരുടെ ആരാധനാമൂർത്തി പ്രധാനമായിട്ട് ശിവനായിരുന്നു. ഇതിന്റെ തെളിവെന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെയാണ്. പ്രധാനമായിട്ടും ഇവരുടെ ഈ കുശാന സാമ്രാജ്യ കാലഘട്ടത്തിലെ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന കനിഷ്കന്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. BC 1-ാം നൂറ്റാണ്ടിന് ശേഷം AD 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ട് കാലഘട്ടം വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ്. അന്നത്തെ സൂപ്പർ പവർ ആയിരുന്നു കേട്ടോ കുശാന സാമ്രാജ്യം. അന്ന് ലോകത്തെ പ്രധാന ശക്തി, സൂപ്പർ പവർ എന്ന് വിളിക്കാം, ഇന്നത്തെ US പോലെ. അതിന് മുന്നേ മൗര്യ സാമ്രാജ്യമായിരുന്നു. മൗര്യ സാമ്രാജ്യം അന്ത്യശ്വാസം എടുക്കുന്ന കാലത്താണ് കുശാന സാമ്രാജ്യം ഉയർന്നു വരുന്നത്. കുശാന സാമ്രാജ്യം വന്നതോടെ അവരാണ് അന്നത്തെ സൂപ്പർ പവർ. ഈ കുശാന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ കനിഷ്കൻ എന്ന് പറയുന്ന ഭരണാധികാരി AD 127 മുതൽ 147 വരെ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവാണ്. ഏതാണ്ട് 1900 വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബുദ്ധമതത്തിനും ഹൈന്ദവ ആരാധനയ്ക്കുമെല്ലാം ഒരുപോലെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ അഭിപ്രായമുണ്ട്. ഈ ഹൈന്ദവര്, ജൈനന്മാര്, ബുദ്ധന്മാരൊക്കെ ഒരേ കാലഘട്ടത്തിൽ കോ എക്സിസ്റ്റ് ചെയ്തവരാണ്. ഗ്രീക്കുകാര്, അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു വിവാദ വിഷയമാണ്, ആദ്യകാലത്തെ ക്രിസ്തുമതം പോലും ഇതിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അതായത് ബുദ്ധിസവും ജൈനമതവും ഒക്കെ എങ്ങനെയാണ് ഹിന്ദു കൾച്ചറിന്റെ ഭാഗമെന്ന് പറയുന്നുവോ അതുപോലെ ഹിന്ദു, ഗ്രീക്ക്, ആ ഒരു കൾച്ചർ ഇതെല്ലാം ഒന്നായിരുന്നു കേട്ടോ. ഒരു കാലത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചരിത്രങ്ങളുണ്ട്. അതൊന്നും ആരും പറയാറില്ല പൊതുവെ. ഇപ്പോൾ ഈ ഗ്രീക്കും ഹിന്ദു ദേവതകളൊക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒന്ന് തന്നെയായിരുന്നു. സോ ആ കാലഘട്ടത്തിൽ ഈ ജീസസിന്റെ കാഴ്ചപ്പാടുകൾ പോലും ബുദ്ധ ഹൈന്ദവ ആശയങ്ങളിൽ നിന്ന് രൂപം കൊണ്ടുവന്നതാണെന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അത് തർക്ക വിഷയമാണ് ഇന്ന്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇതിനുള്ള വസ്തുതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തായാലും 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും ഒക്കെ ഭരണം നടത്തിയിരുന്ന കുശാനന്മാരുടെ കാലഘട്ടത്തിൽ കനിഷ്കൻ പുറത്തിറക്കിയ നാണയങ്ങളിൽ ശിവനെ കാണാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശിവന്റെ ഇന്ന് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ, ആ രൂപം തന്നെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. തൃശൂലമേന്തി നിൽക്കുന്ന, മൃഗത്തോല് ധരിച്ച ആ ഒരു ശിവനെ കൃത്യമായിട്ട് നാണയങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നന്ദിയോടൊപ്പം നിൽക്കുന്ന ശിവൻ,
അപ്പൊ ഇതെല്ലാം തന്നെ 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലെ നാണയങ്ങളിലുള്ളതാണ്. ശിവൻ മാത്രമല്ല, നിരവധി ഹൈന്ദവ ദൈവന്മാര്, അതുപോലെ ഗ്രീക്കിൽ പറയുന്ന ദേവതമാര്, ഇതെല്ലാം ഈ കുശാന സാമ്രാജ്യത്തിന്റെ നാണയങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവങ്ങളാണ്. അതിന്റെ അർത്ഥം ആ കാലത്ത് ഇതെല്ലാം ഒരേ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ പലരും പറയുന്നത് ശിവനെ ഈ കാണുന്ന രൂപത്തിൽ ആരാധിച്ചു തുടങ്ങിയത് ഇവിടെ 7-ാം നൂറ്റാണ്ടിലാണ്, 8-ാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറയുന്നതൊക്കെ എത്ര പച്ച കള്ളമാണ്. കുശാന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും ഒക്കെ ക്ഷേത്രങ്ങൾ നിലനിന്നിട്ടുണ്ട്. ആദ്യകാല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഈ തടി കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ. നമ്മൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഏകദേശം പഴക്കമുള്ള, വളരെ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സർവൈവ് ചെയ്തിട്ടുള്ള തടി കൊണ്ടുള്ള ക്ഷേത്രങ്ങൾ കാണാം. ഈ തടി കൊണ്ടുള്ള ക്ഷേത്രം ആദ്യകാലങ്ങളിൽ ആരാധനകൾക്കായിട്ട് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ്. തടി വളരെ സുലഭമായിരുന്നു. തടി കൊണ്ടുള്ള കൊത്തുപണിയും അതുപോലെ തന്നെ അന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങൾ രൂപപ്പെടുന്നു. കല്ലുകളുടെ കൃത്യമായിട്ടുള്ള കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റില്ല. കാർബൺ ഡേറ്റിംഗ് നടത്താൻ പറ്റില്ലല്ലോ കല്ലിന്റെ. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയേണ്ടി വരും. സോ അത് പോസിബിൾ അല്ല. അപ്പൊ നമ്മുടെ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പലപ്പോഴും ഈ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ലിഖിതങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും രാജാവിന്റെ പേരെഴുതി വെച്ച് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ എഴുത്തുകൾ കാണും. ഇത് വെച്ചുകൊണ്ട് അവർ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നങ്ങ് പറയും. അതല്ലെങ്കിൽ അവർ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള കൊത്തുപണികളിലോ ഒക്കെ ഉള്ള എന്തെങ്കിലും എവിഡൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ഒരു ധാരണയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം, കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങളുടെ കൊത്തുപണികൾ ഏത് കാലഘട്ടത്തിലാണ് ചെയ്തത് എന്നത് സ്ഥാപിക്കുക എളുപ്പമല്ല. അതിനുള്ള തെളിവുകളൊന്നും കാലാന്തരത്തിൽ ഉണ്ടാവുകയില്ല. കൊത്തുപണിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഉപയോഗിച്ച ടൂൾസിന്റെ കാലഘട്ടം ഉദ്ദേശിച്ചിട്ടും, അല്ലെങ്കിൽ ഈ രാജാവിന്റെ എന്തെങ്കിലും എഴുത്തുകുത്തുകളോ പേരുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുമൊക്കെയാണ് ഏകദേശം ഒരു കാലഘട്ടം നിശ്ചയിക്കുന്നത്. പക്ഷെ ഇതിലെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു വീട് വച്ചു താമസിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് 10 വർഷം മുമ്പ് നിങ്ങൾ വെച്ചു. നിങ്ങൾ ആ വീട് 10 വർഷം കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് വിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ ആ വീട് വാങ്ങിയ സമയത്ത് അയാൾ അത് റീപെയിന്റ് ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു എലിവേഷനിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി പുള്ളിയുടേതായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പുള്ളി അതിൽ താമസിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ് ഇത് ആരുടെ വീടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ താമസിക്കുന്ന ഉടമ പറയും ഇത് എന്റെ വീടാണ് എന്നേ പറയുള്ളൂ. അദ്ദേഹത്തിന്റെ വീടായതുകൊണ്ട് ആ വീട് ആദ്യം പണിതയാൾ അദ്ദേഹമാണെന്ന് അർത്ഥമില്ല, അല്ലേ? ഇപ്പോഴത്തെ നിലവിലെ ഓണർ അദ്ദേഹമാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കള്ളം പറയാം, ഇത് ഞാൻ വെച്ച വീടാണ് എന്ന് അദ്ദേഹത്തിന് കള്ളം പറയാം. ഈ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാർ അങ്ങനെ കള്ളം പറയുന്നവരാണ്. കാരണം ഇപ്പൊ മൗര്യ സാമ്രാജ്യം കഴിഞ്ഞു, പുതിയ വേറൊരു സാമ്രാജ്യം വന്നു, അത് കഴിഞ്ഞ് വേറൊരു സാമ്രാജ്യം വന്നു. ഇപ്പൊ ഒരേ രാജവംശം തന്നെ തുടർച്ചയായിട്ട് ഭരണം നടത്തുകയാണെങ്കിൽ അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയ ക്ഷേത്രമാണെന്ന് പറയാം. അതേ സമയത്ത് ഇപ്പോൾ ഒരു പുതിയ രാജാവും ഒരു പുതിയ രാജവംശവുമാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ പഴയ രാജാവിൻ്റെയും രാജവംശത്തിൻ്റെയും തെളിവുകളൊന്നും അവരവിടെ അവശേഷിപ്പിക്കില്ല. പലപ്പോഴും മറ്റേ രാജാവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ അധികാരം പിടിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പുതിയ കൊത്തുപണികൾ ഉണ്ടാവും, പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തും. അതിൽ പേരെഴുതി ചേർക്കുന്നത് ഇപ്പോഴത്തെ രാജാവിൻ്റെ, ഏത് രാജവംശമാണോ പുതിയതായിട്ട് അവിടെ അധികാരത്തിലെത്തിയത് അവരുടെ രാജവംശത്തിന്റെ തെളിവുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രം ഏത് രാജാവാണ്, പ്രത്യേകിച്ച് കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രം പണിതത് എന്നതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും 7-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട്, 9-ാം നൂറ്റാണ്ട് എന്നേ കാണാൻ പറ്റൂ. കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രം. തടി കൊണ്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് പെട്ടെന്ന് കാലവർഷം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടൊക്കെ നൂറ്റാണ്ടുകൾക്കിടയിൽ നശിച്ചു പോകും. പക്ഷെ കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിലെ തടസ്സം ഈ പറഞ്ഞതാണ്. ഇപ്പോൾ കൈലാസനാഥ ക്ഷേത്രം പോലെയൊക്കെയുള്ള ഒരു ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും നിർമ്മിച്ചെന്ന് പറയുന്നത് ഇന്നും ചരിത്രകാരന്മാരെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമല്ല. പക്ഷേ അവിടെ ഒരു രാജാവിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചതാണെന്ന് കണക്കാക്കുന്നു. എന്നാൽ അതിനും എത്രയോ ചിലപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ നിർമ്മിച്ചതായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ട കാലത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്. അത് അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആണ്. ഈജിപ്തിലെ പിരമിഡുകൾ വലിയ ബൃഹത്തായ ഒരു നിർമ്മിതി കൊണ്ടാണ് ഈജിപ്റ്റ് പേരെടുത്തതെങ്കിൽ അന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരമുള്ളത് ഇന്ത്യയിലാണ്, ഇൻഡസ് വാലിയിലാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, ഏറ്റവും വലുതുമാണ്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരം ആ 4500 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സിവിലൈസേഷനിൽ പിൽക്കാലത്ത് വലിയ നിർമ്മിതികൾ ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഇതൊക്കെ ചരിത്രം പലരും വളച്ചൊടിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഹൈന്ദവ ആരാധനയുടെ കാര്യം എടുത്താൽ, ഞാനിവിടെ ശിവന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പശുപതി സീല് തന്നെയാണ് പിൽക്കാലത്ത് നമ്മൾ കുശാന സാമ്രാജ്യത്തിൽ കാണുന്ന ശിവനും. കാരണം പശുപതി തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ
നമ്മൾ പുരാതന സംസ്കാരങ്ങൾ എടുത്താലും അവരുടെ പ്രധാന ദൈവം എന്ന് പറയുന്നത് പശുപതിയാണ്. വേദങ്ങളിൽ പശുപതി ആരാണെന്നുള്ളത് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രുദ്രൻ അല്ലെങ്കിൽ ശിവൻ ആണെന്ന് കൃത്യമായിട്ട് വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേദങ്ങൾ ഏകദേശം 4500 വർഷം മുമ്പ് ഉണ്ടായതാണ്. അതിനു മുമ്പെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നുള്ളതിന് തെളിവുള്ളത്. 2500 BCE, അതായത് ഏകദേശം 5000 വർഷം മുമ്പ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നതാണ് പശുപതി സീൽ. ആ പശുപതി സീലിൽ പറയുന്ന അതേ പശുപതിയെ കുറിച്ച് തന്നെയാണ് വേദങ്ങളിൽ പറയുന്നത്. വേദങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം എഴുതപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള സാമ്രാജ്യങ്ങൾ എടുത്താൽ അത് നോർത്തിലായിക്കോട്ടെ ഇന്ത്യയുടെ സൗത്തിലായിക്കോട്ടെ ഏത് പാർട്സിലും പശുപതിക്ക് സമാനമായിട്ടുള്ള ഒരു ദൈവത്തെ കാണാൻ പറ്റും. കുശാന സാമ്രാജ്യം ഏകദേശം 2000 വർഷം മുമ്പ് ശിവന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള നാണയം പുറത്തിറക്കി എന്ന് പറയുമ്പോൾ ആ കാലത്ത് തന്നെ ശിവൻ വളരെ പോപ്പുലർ ആണ്. ശിവനെ കുറിച്ച് മാത്രമല്ല ബലരാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും എല്ലാം ആ കാലത്ത് തന്നെ സാമ്രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും അവരുടെ ചിത്രങ്ങള് അവരെ കുറിച്ചുള്ള നാണയങ്ങളൊക്കെ ഉണ്ട്. ഈവൻ കുശാന സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ പട്ടിക മാത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുശാന സാമ്രാജ്യം ഒരു ഹൈന്ദവ സാമ്രാജ്യമായിരുന്നു എന്ന്. അവരുടെ രാജാക്കന്മാരിലെ കുറച്ച് പേരുകൾ ഞാൻ പറയാം. ഒന്ന് കനിഷ്ക ഒന്നാമൻ, പിന്നെ ഒരു രാജാവ് എന്ന് പറയുന്നത് ഹുവിഷ്ക എന്ന് പറയുന്ന ഒരു രാജാവ്, പിന്നെ മൂന്നാമത്തെ രാജാവ് വാസുദേവ ഒന്നാമൻ, അത് കഴിഞ്ഞ് കനിഷ്ക രണ്ടാമൻ, അത് കഴിഞ്ഞ് വശിഷ്ക എന്ന് പറയുന്ന രാജാവ്, പിന്നെ കനിഷ്ക മൂന്നാമൻ, അത് കഴിഞ്ഞ് വാസുദേവ രണ്ടാമൻ. അപ്പൊ ഈ വാസുദേവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ പേരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കനിഷ്ക, വാസുദേവ ഇതെല്ലാം ഹൈന്ദവ പേരുകളാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ കുശാന സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്ന്, അതായത് ഇന്നത്തെ ഇന്ത്യൻ അതിർത്തികളുണ്ടല്ലോ ആ അതിർത്തികളിൽ നിന്ന് ഉണ്ടായ ഒരു സാമ്രാജ്യമല്ല, സെൻട്രൽ ഏഷ്യയിൽ നിന്നുണ്ടായ സാമ്രാജ്യമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ബാക്ട്രിയൻ സാമ്രാജ്യമായിരുന്നു ഈ കുശാന സാമ്രാജ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ യൂഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുശാൻ വംശമാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. കുശാനർ മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് ബാക്ട്രിയൻ മേഖലകളിലേക്ക് എത്തിയ സിഥിയന്മാരെന്ന് പറയുന്ന വിഭാഗത്തിന്റെ പിൻഗാമികളാണ്. സോ സെൻട്രൽ ഏഷ്യക്കാരാണ് അവര്. ഇവരാണ് ശരിക്കും ഈ കുശാന സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അവരും ആരാധിച്ചിരുന്നത് പ്രധാനമായിട്ട് ശിവനെയാണ്. ഈ ശിവനെ തന്നെയാണ് 4500 വർഷം മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷനിലും ആരാധിച്ചിരുന്നത്. വാസുദേവൻ ഒന്നാമൻ എന്ന് പറയുന്ന കുശാന രാജാവിന്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ പല നാണയങ്ങളിലും ശിവന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കുശാനന്മാര് ഒയേഷ എന്നാണ് ശിവനെ വിളിച്ചിട്ടുള്ളത്. ഒയേഷ എന്ന് പറയുന്നത് ഈ സംസ്കൃതത്തിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നതിന് തുല്യമായ അർത്ഥമുള്ള ഒരു വാക്കാണ് ഈ ഒയേഷ എന്ന് പറയുന്നത്. ഒയേഷ എന്നാണ് അവർ ശിവനെ വിളിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ ശിവനെന്നും അല്ലെങ്കിൽ രുദ്രനെന്നും മഹേശ്വരനെന്നും നീലകണ്ഠനെന്നും ഒക്കെ പല പേരുകളിലാണ് ഇവിടെ കേരളത്തിൽ തന്നെ ശിവൻ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അറിയപ്പെടുന്നത്. അതേസമയത്ത് ഈ കുശാന സാമ്രാജ്യ കാലഘട്ടത്തിൽ അവര് ഈശ്വരൻ എന്ന് അർത്ഥം വരുന്ന ഒയേഷ എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ചാണ് ശിവനെ വിളിച്ചിരുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം. ഇപ്പൊ പശുപതി സീല് ശ്രദ്ധിച്ചു നോക്കിയാൽ ശിവന്റെ 3 തലകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാസുദേവൻ ഒന്നാമന്റെ ഭരണകാലത്തിൽ ഇറക്കിയ നാണയങ്ങളിലും ശിവന് 3 തലകൾ കൃത്യമായിട്ടും ഉള്ളതായി കാണാൻ പറ്റും. ത്രിമുഖ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുശാനന്മാരുടെ കാലത്ത് മാത്രമാണ് എന്നും ആരും കരുതണ്ട. അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് കുശാനന്മാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ആസ്ഥാനമായിട്ട് നിലനിന്നിരുന്ന ഒരു രാജഭരണം ഉണ്ടായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ ഈ ഹൈന്ദവ ഈശ്വരന്മാർ അവരുടെ നാണയങ്ങളിൽ വന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു സെമിറ്റിക് മതങ്ങൾ വരുന്നതിന് മുമ്പ് എൻറ്റയർ വേൾഡിൽ, എസ്പെഷ്യലി ഏഷ്യയിലും യൂറോപ്പിലും ഈ മതങ്ങൾക്കിടയിൽ ഏതാണ്ട് ഒരേ തരത്തിലുള്ള വിശ്വാസങ്ങൾ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നായിരുന്നു. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും സെൻട്രൽ ഏഷ്യയിലും ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും പ്രധാനമായിട്ട് ആരാധിച്ചിരുന്ന ദൈവങ്ങളിൽ ഒന്ന് നമ്മുടെ സൂര്യദേവനാണ്. മറ്റൊന്ന് ഇന്ദ്രദേവനാണ്. ഇന്ദ്രന് തുല്യമായിട്ടുള്ള ദൈവം നമുക്ക് ഗ്രീക്ക് അടക്കമുള്ള എല്ലാ കൾച്ചറിലും കാണാൻ പറ്റും. മറ്റൊന്നാണ് ഈ പശുപതി. വളരെ പ്രധാനമാണ്. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സിവിലൈസേഷൻസിലും പല പേരുകളിൽ ആരാധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് എവിഡൻസ് ഉള്ള കാര്യമാണ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മതവിശ്വാസങ്ങളുടെ കൂടി അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയുമുള്ള മതവിശ്വാസങ്ങളുടെ കൂടി തുടക്കമായിരുന്നിരിക്കണം എന്ന് വേണം കരുതാൻ. ഈ നമ്മുടെ ഗ്രീക്ക് രാജാക്കന്മാരെ കുറിച്ചും കുശാന സാമ്രാജ്യത്തെക്കുറിച്ചും ഒയേഷോ എന്ന് പറയുന്ന ശിവനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് കുറേ വീഡിയോകളിൽ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് നീണ്ടുപോയത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.